കറിക്കടല കൊണ്ട് പല റെസിപ്പീസും ട്രൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്മൾ തന്നെ കറിക്കടല കൊണ്ട് കട്ട്ലറ്റ് ചെയ്തിട്ട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതൊന്നുമല്ല ചെയ്യുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കടല ചില്ലിയാണ്. നമ്മൾ ചില്ലി ചിക്കനൊക്കെ കഴിക്കുന്നത് പോലെ വെജിറ്റേറിയൻസിന് കഴിക്കാൻ കഴിയുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കടല വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ കടല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു കപ്പിന് 1/2 കപ്പ് കടലയാണ്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ ഒന്നുകിൽ വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അതല്ലെങ്കിൽ രാത്രി കുതിർത്തി വെച്ചിട്ട് രാവിലെ വെള്ളം വാർന്നെടുത്തിട്ട് അങ്ങനെ തയ്യാറാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ രാവിലേക്കൊക്കെ ചെയ്തെടുക്കുന്നതാണെങ്കിൽ അപ്പോൾ പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കണം. അതായത് കടലക്ക് കിട്ടുന്ന ഉപ്പ് ഈ ഒരു സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മതി. ഇനി അടച്ച് വെച്ചിട്ട് നമ്മൾ കുതിർത്തി വെച്ച കടല ആയതുകൊണ്ട് തന്നെ ഒരു 4-5 വീസിലടുപ്പിക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ വെന്ത് കിട്ടും. നല്ല പാകത്തിന് വേവിച്ചെടുക്കണം കേട്ടോ. അതായത് കയ്യിൽ വെച്ചിട്ട് ഇതിപ്പോൾ 4-5 വീസിലടിച്ചതിന് ശേഷം പ്രഷറും മുഴുവനായിട്ട് പോയതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത്. കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു നോക്കുക. അതായത് നന്നായിട്ട് വെന്ത് പാകമായി കിട്ടിയ കടല വേണം നമ്മൾ ഈ ഒരു ചില്ലി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതിന് വെള്ളം വാർന്നിട്ട് നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ ബൗളിനകത്തോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ആദ്യം കടല വേവിച്ചെടുക്കുന്ന ആ ഒരു സമയത്താണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ, നിങ്ങൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോറും മൈദയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒന്നങ്ങ് കോട്ടായി കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കോട്ടിങ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്ര ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. അതായത് കടലയാണ്, കറിക്കടലയാണ്. അപ്പോൾ നമ്മളൊരു ഡബിൾ കോട്ടിംഗ് എങ്കിലും ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവൊക്കെ ഇതിന് കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് വേറൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ തുടങ്ങി ഏകദേശം 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണൊക്കെ വെള്ളം മതി കേട്ടോ. വേറൊരു ബൗളിനകത്തോട്ടൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അതല്ലെങ്കിൽ ആദ്യത്തെ ബൗളിനകത്ത് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു കുഴഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടാകും. നമുക്ക് ആ ഒരു കോട്ടിംഗ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം ഇതിൻ്റെ താഴെയൊക്കെ ആ ഫ്ലോറൊക്കെ വന്നിട്ട് അതിനുശേഷം രണ്ടാമത്തെ കോട്ടിങ് വീണ്ടും നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് കോൺഫ്ലോറും 1/2 ടേബിൾ സ്പൂൺ മൈദയും മിക്സാക്കി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനിയും നന്നായിട്ട് മിക്സ് ചെയ്യുക. രണ്ടാമത്തെ കോട്ടിങ് കഴിയുമ്പോഴത്തേക്കും ഈ കടലയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും ഒക്കെ ഒരു മിക്സ് വന്നിട്ട് നല്ല രീതിയിൽ റെഡിയായി കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ. വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ എണ്ണ ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. എണ്ണ എപ്പോഴും നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം വേണം കടല നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചേർക്കാൻ. അതുപോലെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറുത്തെടുക്കുന്ന ഒരു പാകം എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. വളരെ കുറഞ്ഞ സമയം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സെക്കൻഡ്സ് നമ്മൾ ഒരിക്കലും ഇളക്കി കൊടുക്കരുത്. ഞാനിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ആ ചേർത്ത് കഴിഞ്ഞ പാടെ അങ്ങ് മിക്സ് ചെയ്യരുത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കടല വറുത്ത് കോരാം. കണ്ടില്ലേ, പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റിയതിന് ശേഷം ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള കടല മുഴുവൻ നമുക്കൊന്ന് വറുത്തെടുക്കാം അല്ലേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് ആവശ്യത്തിന് മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ പാത്രത്തിനകത്ത് തട്ടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല ക്രിസ്പിയാണ്. ഇത് ചുമ്മാ ഇങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലോട്ടേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്ന പാനിനകത്തോട്ടേക്ക് നമ്മൾ കടല വറുത്ത് കോരാൻ എടുത്തിട്ടുള്ള എണ്ണയുണ്ടല്ലോ, അതിനകത്ത് നിന്നൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഇഞ്ചി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ പച്ചമുളക് ഒരു 3 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 6 എണ്ണെങ്കിലും ഉപയോഗിക്കണം. അതുപോലെ പച്ചമുളക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന രീതിയിൽ ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ സവാളയായിട്ടാണ് ഉള്ളതെങ്കിൽ ഒരു 2 എണ്ണെങ്കിലും ഉപയോഗിക്കണം. അത്യാവശ്യം മസാല ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത്
ഒത്തിരി അങ്ങ് ബ്രൗൺ കളറാകുന്ന രീതിയിലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നങ്ങ് കുഴഞ്ഞ് വന്നിട്ട് ഒരു സോഫ്റ്റായി കിട്ടില്ലേ, ആ ഒരു പാകത്തിനൊന്ന് തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ സവാള ഒന്ന് വഴഞ്ഞ് പാകമായി വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തോട്ടേക്ക് ബാക്കിയുള്ള മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ സവാളയുടെ എണ്ണം ഒരിക്കലും വളരെ കുറവായിട്ട് ഉപയോഗിക്കരുത്, അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ലാസ്റ്റ് കഴിക്കുമ്പോൾ. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് പിരിയമുളക് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത്രയും മസാലപ്പൊടികൾ മാത്രമേ നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ ഒന്നങ്ങ് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ക്യാപ്സിക്കാണ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ റെഡും യെല്ലോയും കളറിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒരിക്കലും കൂടുതൽ ഉപയോഗിക്കരുത്. ഒരു ചെറിയ തക്കാളിയുടെ ഒരു 1/4 ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ചെറുതായിട്ട് നമ്മൾ പേരിന് മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. തക്കാളി ചെറിയൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളിയെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമ്മൾ ഈ തക്കാളിയെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത്. അതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ്, നമ്മുടെ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അടുത്ത് ചില്ലി സോസ് ചേർക്കാം. നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ലൈറ്റ് സോയാ സോസാണുള്ളത്, അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. കൂടെ 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ചെയ്യരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറഞ്ഞത് 1 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അധിക സമയം നമ്മൾ പിന്നീട് അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സോസ് ചേർത്തതാണ്. ഉപ്പും എരിവൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഉപ്പ് പാകത്തിന് ഉണ്ടായിരുന്നു, പക്ഷേ എരിവ് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മുഴുവനായിട്ട് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പോ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്തതല്ലേ വേണ്ടോ, അപ്പോൾ ഞാൻ ഒന്നുകൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും ഉപ്പും എരിവൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ മിക്സായി വന്നിട്ടുള്ള ഈ ഒരു മസാല കൂട്ടിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഈ കടലയൊക്കെ ചേർത്ത് മസാലയായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു പണി മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ കടലയായിട്ട് ഈ സോസും മസാലയൊക്കെ ചേർന്ന് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. ആ സമയത്ത് തന്നെ ഇതിനകത്തോട്ടേക്ക് ഒരു കൈപ്പിടി മുഴുവനായിട്ട് മല്ലിയില പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പിയിൽ കറിവേപ്പില അല്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക, മല്ലിയില ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ മല്ലിയില അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിൾ അല്ലേ. അപ്പോൾ നമ്മുടെ കടല നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നല്ല ചൂടോടുകൂടി തന്നെ എപ്പോഴും സെർവ് ചെയ്യണം കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെയും ദോശയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പി സത്യത്തിൽ ഞാൻ ആദ്യം ഒരു നാടൻ സ്റ്റൈലാണ് ഫസ്റ്റ് ചെയ്ത് നോക്കി, നമ്മുടെ കറിവേപ്പിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു കടല വരട്ടിയതിൻ്റെ ആ ഒരു ടേസ്റ്റിലല്ലാതെ കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറൊന്നും തോന്നിയില്ല. പിന്നെയാണ് ഇങ്ങനെ ഒരു സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കിയത്. ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. ശരിക്കും കടല വേറെ ലെവലാണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല ചൂടിൽ സെർവ് ചെയ്യുമ്പോഴാണ് ഇത് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കടല കൊണ്ടുള്ള കട്ട്ലറ്റും വളരെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള, അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.